അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും UAEയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരിഫ് ഹുസൈനോട് ചോദിക്കുന്നുണ്ട്, സ്വന്തം മാതാവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും തെറ്റാണ് എന്ന് എന്ത് നിരീശ്വരവാദ ആശയത്തിൽ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് എന്നുള്ളത്. അത് ആരിഫ് ഹുസൈൻ എന്തുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ചോദ്യത്തിന് അവർക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അവർ ചില നമ്പറുകൾ, ചില തരികിടകൾ ഇറക്കാറുണ്ട്. അപ്പോൾ ആരിഫ് ഹുസൈൻ മാത്രമല്ല, ഒരുപാട് നിരീശ്വരവാദികൾ ഇതേ സാധനം ആരിഫ് ഹുസൈൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം തന്നെ എടുത്തിട്ട് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരിഫ് ഹുസൈൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ കാണാൻ പോവുകയാണ്. ഒന്നാമത്തെ വീഡിയോ. വിശ്വാസികൾ, സത്യം പറഞ്ഞ വിശ്വാസികളെ, അവരുടെ ഉമ്മയും പെങ്ങളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത് അവർ വിശ്വാസികളായതുകൊണ്ട് മാത്രമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള മുസ്ലിങ്ങളുടെ അതല്ല ഉണ്ടാവുക. ഖുർആനുള്ളതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉമ്മയും പെങ്ങളെയും ബോധിക്കാതിരിക്കുന്നത് എന്നല്ലേ പറയുന്നത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്രയും നാളും ഇവിടെ ആരിഫ് ഹുസൈൻ പറയുന്നത് ഖുർആനിൽ സ്വന്തം അമ്മയും പെങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട്. അതിൽ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് മുസ്ലിങ്ങൾ സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട് ബന്ധപ്പെടാത്തത്. ഓക്കെ, ഇതാണ് അവൻ്റെ പോയിന്റ്. ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട് ബന്ധപ്പെടാത്തത്. പിന്നെ അവൻ്റെ വീഡിയോൻ്റെ ബാക്കിയൊന്നും കേൾക്കാൻ പറ്റില്ല, കാരണം ഇവർ ഈ അമ്മ പെങ്ങൾ എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഇവന് വൃത്തിയുടെ വാക്ക് ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് ഇവൻ്റെ ബാക്കിയും നമ്മൾ കേൾക്കുന്നില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങളെ കിളി പോകും, കാരണം അത്ര വൃത്തിയുടെ മാത്രമേ അവൻ പറയാറുള്ളൂ. അതും സ്വന്തം അമ്മയും പെങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നൊരു ഭാഗമാട്ടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ, ഓക്കെ, അവർ സ്വന്തം അമ്മയും പെങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുമായിരുന്നു എന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. അപ്പോൾ ഖുർആൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾ എന്ത് ചെയ്യാത്തത്, സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട് ബന്ധപ്പെടാത്തത്. അല്ലെങ്കിൽ ഖുർആൻ അങ്ങനെ വചനമില്ലായിരുന്നെങ്കിൽ അവർ ബന്ധപ്പെട്ടേനെ എന്നുള്ളതാണ് ഈ ആരിഫ് ഹുസൈൻ്റെ ഒരു വാദം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആരിഫ് ഹുസൈൻ പറയുന്നത് ഖുർആൻ്റെ അകത്ത് സ്വന്തം അമ്മയും പെങ്ങളുമായി ബന്ധപ്പെടുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു തീരുമാനമായല്ലോ, ഹയർ. സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട് മാത്രമല്ല, സ്വന്തം മകളുമായിട്ടൊക്കെ ഒരുപാട് വചനങ്ങൾ കാണാൻ സാധിക്കും. അപ്പം സ്വന്തം അമ്മയും പെങ്ങളുമായിട്ടൊക്കെയുള്ള ലൈംഗിക ബന്ധം തെറ്റാണ്, അത് ഹറാമാണ്, അത് നിരോധിക്കപ്പെട്ടതാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്നുള്ളത് എന്തായാലും ഒരു സമ്മതിച്ചു തന്നല്ലോ. അതൊന്നാമത്തെ കാര്യം. ആരിഫ് ഹുസൈൻ്റെ വാദം അനുസരിച്ചിട്ട് സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്നെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ആരിഫ് ഹുസൈൻ്റെ ഈ ഒരു സംസാരം സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന പരിപാടി തന്നെയാണ്. അതെങ്ങനെയാണ് ആരിഫ് ഹുസൈന് സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്നതായിട്ട് മാറുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കതിനു മുമ്പ് ഒരു വീഡിയോ കാണാം. Your own mother is okay It's or not wrong? okay, never No, okay. why not? Why not? But in Islam- Why not? it's Based on what? But in What Islam- standard? We have scientific reasons Scientific? for No that. standard. We have scientific reasons Scientific? for No that. standard. We have scientific reasons Scientific? for No, that. no We have science. scientific reasons You- for you- that. So And you we- stop- and defines we morals have- for you? Yeah. Since No we science. Scientific reasons You- for you- that. So And you we- stop- and defines we morals have- for you? Yeah. Since ആരിഫിനോട് ചോദിക്കുകയാണ്, സ്വന്തം മാതാവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണ് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്? അപ്പോൾ ആരിഫ് ഹുസൈൻ അവിടെ എന്തുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല. തെറ്റാന്ന് പറഞ്ഞു. അതിപ്പോൾ ആർക്കും പെട്ടെന്ന് എടുത്തു പറയാം, കാരണം അവിടെ പല റീസൺസ് ഉണ്ടാവും. തെറ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോൺസിക്വൻസസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ അത് എന്തുകൊണ്ട് തെറ്റാണ്, നിൻ്റെ ആശയം വെച്ചുകൊണ്ട് എന്തുകൊണ്ട് തെറ്റാണെന്ന് ചോദിക്കുക. അപ്പോൾ അതിന് വ്യക്തമായ ഉത്തരം പറഞ്ഞ ആരിഫിനോട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരിഫ് പറഞ്ഞൊരു ഉത്തരം എന്നുള്ളത് സയൻറ്റിഫിക് പഠനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ളതല്ല, അല്ലെ, ധാർമ്മികപരമായിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ളൊരു ടൂളല്ല സയൻസ് എന്നുള്ളത്. സയൻസിനെ കുറിച്ച് ആരിഫ് ഹുസൈന് ബേസിക് നോളജ് പോലും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമുക്കതിലേക്ക് കടക്കുന്നത് നമ്മളത് മാറ്റി വെക്കുകയാണ്. എന്തായാലും ഇവിടെ ആരിഫ് ഹുസൈൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക, സ്വന്തം മാതാവുമായിട്ടും സഹോദരിയുമായിട്ടും ബന്ധപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവും എന്നുള്ളൊരു കാരണമായിരിക്കാം. ഇതേ സംഭവം നമ്മൾ നേരത്തെ ആരിഫ് ഹുസൈൻ ചോദിച്ച അവൻ പറഞ്ഞ അതേ സംഭവത്തിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. സ്വന്തം അമ്മയും പെങ്ങളുമായി ആരിഫ് ഹുസൈൻ ബന്ധപ്പെടാത്തത്, അല്ലെങ്കിൽ ആരിഫ് ഹുസൈനും അവൻ്റെ കൂട്ടാളികളും അവൻ്റെ യജമാന്മാരും അവൻ്റെ അടിമകളും ബന്ധപ്പെടാത്തത് അമ്മക്കും സഹോദരിയിലും ഉണ്ടാകുന്ന കുട്ടികൾക്ക് ജനറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് അങ്ങനെ ഒരു പഠനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവർ സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട് ബന്ധപ്പെടാത്തത്. നേരത്തെ ആരിഫ് ഹുസൈൻ പറഞ്ഞ സാധനം തിരിച്ച് അവൻ്റെ ബാക്കോട്ട് തന്നെ വെടിവെക്കുന്ന പരിപാടി. ജനിതക പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ആണെങ്കിൽ ആരിഫ് ഹുസൈനും അവൻ്റെ കൂട്ടാളികളും സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട് ബന്ധപ്പെട്ടേനെ. സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്
അവനെ തടയുന്നത് ഈ ഒരു ജനിതക പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ആയിക്കൊണ്ടും ഇവരുടെ തന്നെ നിരീശ്വരവാദിയായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കേട്ട വീഡിയോ ആണ്, ഒന്നുകൂടി കേൾക്കാം. ഒരു റീപ്രൊഡക്റ്റീവ് ബയോളജിയെ പറ്റി പറയുകയാണ്. അങ്ങനെ ഒരു സംഭവമേ അതിൻ്റെ അകത്തില്ല. അത് അവിടെ പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്സിനെ പറ്റി അല്ല, ഒരു റിക്രിയേഷണൽ സെക്സിനെ പറ്റിയാണ്. നിങ്ങളുടെ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രം സെക്സ് ആസ്വദിക്കുന്ന ഒരു കാര്യത്തെ മാത്രം നിർത്തിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആ പ്രസന്റേഷൻ കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ. ഇവിടെ മനുപ്രസാദ് പറയുന്നത് എന്താണ്? സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലേ? കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളോടല്ല പറയുന്നത്, മുസ്ലിങ്ങളോടല്ല പറയുന്നത്. മുസ്ലിങ്ങൾക്ക് തെറ്റാണ് കേട്ടോ, മുസ്ലിങ്ങൾക്ക് തെറ്റാണെന്ന് ഓൾറെഡി ആരിഫ് ഹുസൈൻ ഖുർആൻ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അവർ പറയുന്നത് നിരീശ്വരവാദികളായിട്ടുള്ള ഫ്രീ തിങ്കേഴ്സിനോട് പറയുകയാണ്, കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളിങ്ങനെ ഇത്തരത്തിൽ സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്, പിന്നെന്തിനാണ്? ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് അവരുടെ അവസ്ഥ, സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സുഖം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരിഫിൻ്റെ വാദമനുസരിച്ച് കൊണ്ട് സയൻറ്റിഫിക് പഠനങ്ങളും സയൻസുമാണ് ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് നിശ്ചയിക്കുന്നതെങ്കിൽ അതേ സയൻസ് തന്നെ ആരിഫ് ഹുസൈന് ഈ ഒരു കാര്യം കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്വേഷൻസ് അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ മനുപ്രസാദ് പറഞ്ഞ പോലെയുള്ള ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ശാസ്ത്രം തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രമാണ് മാനദണ്ഡമെങ്കിൽ അതിനുള്ള പരിഹാരവും ശാസ്ത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരിഫ് ഹുസൈനും അവൻ്റെ കൂട്ടാളികളും ആ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെടേണ്ടതില്ല. ആരിഫ് ഹുസൈൻ്റെ മറ്റൊരു കാരണം കൂടി കേൾക്കാം. ഓക്കെ, അത് ബയോളജിക്കൽ മനുഷ്യന്റെ ഒരു ചോദനകളല്ലേ? ചോദനയല്ല, അത് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രൈറ്റ് ആണത്. അതായത് ഒരു ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പൾഷൻ ഉണ്ട് നമുക്ക് നമ്മളുടെ. അതിപ്പോ ഓൺ സിബ്ലിങ്ങോ അല്ലെങ്കിൽ മദറോ ഫാദറോ ആവണമെന്നില്ല. നമ്മൾ ബ്ലഡ് റിലേറ്റഡ് അല്ലാതെയുള്ള രണ്ടുപേര് ചെറിയ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ച് വളരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു ഘട്ടം കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ ലൈംഗിക അട്രാക്ഷൻ തോന്നില്ല. ഇതാണ് ആ എക്സ്പെരിമെന്റ്. ഓക്കെ, അതൊരു ബയോളജിക്കൽ ഫീച്ചറാണ്. കാരണം അതൊരു പ്രൊട്ടക്റ്റീവ് ഒരു എന്താ പറയാ, ഒരു അവോയ്ഡൻസ് ഒരു ടെൻഡൻസിയാണത്. ഓക്കെ, കാരണം നമ്മൾ ബോഡിക്ക് നമ്മളുടെ ബൈ എവല്യൂഷൻ നമ്മളുടെ ബൈ നേച്ചർ നമുക്കത് അങ്ങനെ വരികയാണ്. ഇവിടെ ആരിഫ് ഹുസൈൻ കൊണ്ടുവരുന്നത് മറ്റൊരു ശാസ്ത്രീയ പഠനമാണ്. അതിൽ ചെറുപ്പത്തിൽ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്ന സമയത്ത് ഇവരുമായിട്ടൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതൊരു ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അറപ്പുളവാക്കുന്ന ഒരു ഫീലിംഗ് ആണ് മനുഷ്യനുണ്ടാവുക. മനുഷ്യനകത്ത് സ്വന്തം അമ്മയുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് ഒരു അറപ്പുളവാക്കുന്ന, സഹോദരിയുമായിട്ട് ബന്ധപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു അറപ്പുളവാക്കുന്ന വെറുപ്പ് വരുന്നൊരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യുന്നത് തെറ്റാണ്, ധാർമ്മികപരമായി കൊണ്ട് തെറ്റാണ് എന്ന് ആരിഫ് ഹുസൈൻ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പറയുമ്പോഴും ആരിഫ് ഹുസൈന് യുക്തിരഹിതമായിട്ട് മാത്രം സംസാരിക്കാറുള്ളൂ. ആരിഫ് ഹുസൈൻ്റെ ഏത് വിഷയങ്ങൾ, ഏത് സംസാരം കേൾക്കുന്ന സമയത്തും നമ്മൾ അതിനകത്തുനിന്ന് ഒരുപാട് ഫാലസികൾ പഠിക്കാറുണ്ട്. എങ്ങനെ ഒരു ഡിബേറ്റ് ചെയ്യാൻ പാടില്ല, ഒരു ചർച്ച എങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ന്യായ വൈകല്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ അതിനകത്ത് പഠിക്കാറുണ്ട്. അങ്ങനെ ആരിഫ് ഹുസൈൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൊരു ഫാലസി ഈസ് ഔട്ട് ഫാലസിയാണ്. ഈസ് ഔട്ട് ഫാലസി നേരത്തെ സയൻസ് വിഷയം കൊണ്ടുവന്ന സമയത്തും അല്ലെങ്കിൽ ജനറ്റിക് പ്രശ്നങ്ങൾ കൊണ്ടുവന്ന സമയത്തും അവൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈസ് ഔട്ട് ഫാലസിയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഈസ് ഔട്ട് ഫാലസിയാണ് അവൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ആളുകൾക്ക് ഒരു കാര്യത്തോട് ഒരു ഫീലിംഗ്, ഒരു വെറുപ്പ് ഉണ്ടാകുന്നുണ്ട് ഈസ് എന്നൊരു കാരണം കൊണ്ട് ഔട്ട് ചെയ്യാണ്. എന്ത്? അത് ധാർമ്മികപരമായി കൊണ്ട് തെറ്റാണ് എന്ന്. അതായത് ആ വെറുപ്പ് അറപ്പുളവാക്കുന്ന കാര്യം അത് ധാർമ്മികപരമായി കൊണ്ട് തെറ്റാണ് എന്നൊരു നിഗമനം, അത് നിർബന്ധമായിട്ടും അത് ചെയ്യാൻ പാടില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു വ്യക്തമായിട്ടുള്ളൊരു സിമ്പിളായിക്കൊണ്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ വിഷം എന്നുള്ളത്, വിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മരണപ്പെടും, അത് മനുഷ്യൻ്റെ ശരീരത്തിന് കേടാണെന്നുള്ളത് ഒരു ശാസ്ത്രീയ സത്യമാണ്. അഥവാ ഈസ് അതുകൊണ്ട് ഒരാൾ പറയാണ് ആ വിഷം എടുത്തുകൊണ്ട് വേറെ ഒരാളുടെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ള പ്രവൃത്തി, വേറൊരാളുടെ ഭക്ഷണത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നുള്ള ആ പ്രവൃത്തി തെറ്റാണ് എന്ന് നിർബന്ധം പിടിക്കുക. അത് വിഷം, അത് ശരീരത്തിന് ഹാനികരമാണ് എന്നുള്ള കാര്യം ശാസ്ത്രീയ പഠനങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് ശാസ്ത്രീയ സത്യമാണ് എന്നൊരു കാരണം കൊണ്ട്
അത് വേറൊരാളുടെ ഭക്ഷണത്തിൽ കലക്കി കൊടുക്കുക എന്നുള്ളത് തെറ്റാണെന്ന് വരുന്നില്ല. അതിന് വേറെ മാനദണ്ഡം വേണം, ആ പ്രവൃത്തിക്ക് വേറെ മാനദണ്ഡം വേണം. അതേപോലെ തന്നെ ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്നിട്ടുള്ള സ്വന്തം അമ്മയും പെങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായിട്ടൊക്കെ അവരുമായി ബന്ധപ്പെടുന്ന ഒരു അറപ്പ് തോന്നും, ആ ഒരു ഫീലിംഗ് ഉണ്ട് എന്നൊരു കാരണം കൊണ്ട് അത് ചെയ്യാൻ പാടില്ല, ആ പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് വരുന്നില്ല. ഇതാണ് ഈസ് ഔട്ട് ഫാലസി എന്നുള്ളത്. 1700-കളിൽ ഡേവിഡ് ഹ്യൂം എന്ന ഫിലോസഫർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഫാലസിയാണിത്. എത്ര വർഷമായെന്ന് അറിയിക്കണം, 300 വർഷത്തോളമായി. ഇപ്പോഴും ഇതും പിടിച്ച് നടക്കുകയാണ്. ഈ ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നിരീശ്വരവാദികളായിട്ടുള്ള ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളൊക്കെ കൊണ്ട് നടക്കുന്ന, അവരുടെ വാദം വിജയിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു വെസ്റ്റർ മാർക്ക് എഫക്റ്റ്, അത് ശരിക്കും എന്താണ്? മാതാവും മക്കളുമായിട്ട് അല്ലെങ്കിൽ പിതാവും മക്കളുമായിട്ടൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് കളിച്ച് വളരുന്ന കുട്ടികൾക്കിടയിൽ അവർ രക്തബന്ധം പോലും ആവണമെന്നില്ല, എന്നാൽ പോലും അവർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഒരു ലൈംഗികപരമായിട്ടുള്ള വിമുഖതയോ അറപ്പോ രൂപപ്പെടുമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഇസ്രായേലിലെ അഥവാ പാലസ്തീൻ പ്രദേശത്തെ കിംബുൽസ് സമൂഹത്തിൽ കുട്ടികളെ കൂട്ടമായി വളർത്തിയ രീതിയെ അടിസ്ഥാനമാക്കി ജോസഫ് ഷെഫർ നടത്തിയ പഠനമായിരുന്നു ഇതിന് പ്രധാന തെളിവായി ഉയർത്തിക്കാട്ടിയിരുന്നത്. എന്നാൽ ഈ വെസ്റ്റർ മാർക്ക് എഫക്റ്റ് എന്നുള്ളത് സാർവത്രികമായിട്ടുള്ള, യൂണിവേഴ്സൽ ആയിട്ടുള്ള, മനുഷ്യർക്കിടയിൽ ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒന്നല്ല എന്നതാണ് സത്യം. ലോകത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിരവധി സംഭവങ്ങൾ, ആചാരങ്ങളും ഈ ഒരു വെസ്റ്റർ മാർക്ക് എഫക്റ്റിന് വിപരീതമായി കൊണ്ട് നടന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഓസ്ട്രിയയിൽ സ്വന്തം മകളെ 24 വർഷത്തോളം തടങ്കലിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയും അതിൽ കുട്ടികളെ ജനിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സംഭവം, ആ ഒരു സംഭവം സിനിമയായിട്ട് പോലും ഡോക്യുമെൻ്ററി ആയിട്ട് പോലും ഇറങ്ങിയിട്ടുണ്ട്. ഓസ്ട്രിയയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം അയൽനാടായിട്ടുള്ള തമിഴ്നാട്, തെക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും സ്വന്തം സഹോദരിയുടെ മകളെ അമ്മയുടെ സഹോദരൻ അഥവാ അമ്മാവൻ വിവാഹം കഴിക്കുന്നത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ആചാരമാണ്. വെസ്റ്റർ മാർക്ക് എഫക്റ്റിന് വിപരീതമായിക്കൊണ്ട് അതിനെ തള്ളുന്ന രീതിയിലുള്ള ഒരുപാട് പഠനങ്ങൾ കാണാൻ സാധിക്കും. അതിൽ 2009 സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള എറാൻ ഷൊറും തെലിത് സിംചായും കൂടി നടത്തിയിട്ടുള്ള ഒരു പഠനം, അത് അമേരിക്കൻ ജേണൽ ഓഫ് സോഷ്യോളജി എന്ന പ്രശസ്തമായിട്ടുള്ള പിയർ റിവ്യൂഡ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പഠനമാണ്. ഇസ്രായേലിലെ കിംബുത്സ് ഡാറ്റയെ വീണ്ടും വിശകലനം ചെയ്ത് അവർ കണ്ടെത്തിയത് ഒരുമിച്ച് വളർന്ന കുട്ടികൾ തമ്മിൽ ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് കേവലം ജീവശാസ്ത്രപരമായിട്ടുള്ള അറപ്പ് എന്നൊരു കാര്യം കൊണ്ടല്ല, മറിച്ച് അവർ വളർന്നു വന്ന അന്തരീക്ഷത്തിലെ കടുത്ത സാമൂഹിക വിലക്കുകളും അഥവാ സോഷ്യൽ ടാബു, സാംസ്കാരിക സമ്മർദ്ദങ്ങളുമാണ് അതിന് കാരണമായിട്ടുള്ളത്. ഇനി മറ്റൊരു വീഡിയോ കാണാം. നിങ്ങൾ ഈ പറയുന്ന നെക്രോഫീലിയ നിങ്ങൾ കാണിക്കുന്നു എന്ന് വന്നാൽ പോലും അപ്പോഴും നിങ്ങളുടെ ആ ശവമായതുകൊണ്ടല്ല നിങ്ങളത് ചെയ്യുന്നത്, നിങ്ങളുടെ മറ്റുള്ള ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ ഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അതിന് നിങ്ങൾ പ്രതികരിക്കാത്തൊരു സാധനത്തെ ഉപയോഗിക്കുന്നു എന്നോടത്ത് അതൊരു പെർവേഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് എല്ലാവരും ഒന്നും അത് ചെയ്യില്ല, അതൊരു ഡിസീസ് കണ്ടീഷനായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതും അതിന് വേണ്ട ചികിത്സ കൊടുക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഈ ഒരു വിശദീകരണം നല്ലൊരു കോമഡിയാണ്. കാരണം എന്താ അറിയോ, ആരിഫ് ഹുസൈൻ ഇവിടെ പറയുന്നത് നേരത്തെയുള്ള ഈസ് ഔട്ട് ഫാലസി തന്നെയാണ് അവൻ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ശാസ്ത്രീയപരമായി കൊണ്ട് അത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് രോഗങ്ങളുടെ പട്ടികക്കകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആരിഫ് ഹുസൈൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ലെസ്ബിയൻ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി പോലെയുള്ള ഗേ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആണും അല്ലേ, പുരുഷനും തമ്മിലുള്ള ബന്ധം, സ്ത്രീ തമ്മിലുള്ള ബന്ധം, അത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളൊക്കെ ഒരു കാലത്ത് APA അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷന് ഒരു കാലത്ത് മാനസിക രോഗ ലിസ്റ്റിനകത്തായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നീട് 1973 കാലഘട്ടങ്ങളിൽ ശക്തമായിട്ടുള്ള പൊളിറ്റിക്സ് സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് ആ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തു. അതായത് ആരിഫ് ഹുസൈൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന അതേ സ്വവർഗരീതി ഒരു കാലത്ത് ആ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പട്ടികകൾ, അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും, അത് പല സമയത്ത് നടന്നുകൊണ്ടിരിക്കും. അതല്ല ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് പറയാനുള്ള മാനദണ്ഡം അതെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള, നിരീശ്വരവാദികളായിട്ടുള്ള, എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിക്കോ, ഞങ്ങളുടെ ചോദ്യം, നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് സ്വന്തം അമ്മയും പെങ്ങളുമായി ബന്ധപ്പെടുന്നില്ല, ആ ഒരു പ്രവൃത്തി എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യാതിരിക്കാനായിട്ട്, സ്വന്തം അമ്മയും പെങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതായത് ഒരു പക്ഷേ സ്വന്തം അമ്മയും പെങ്ങളും ഫ്രീ തിങ്കേഴ്സ് ആയിരിക്കൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടുകാരെ പേടിയുണ്ടാവും, നിങ്ങൾ വീട്ടുകാരെ പേടിയുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചു വളർന്നതൊക്കെ ഒരു മതവിശ്വാസികളുടെ കുടുംബത്തിനകത്തായിരിക്കും. ഇങ്ങനെയുള്ള പല റീസൺസ് ഉണ്ടാവും, പല കാരണങ്ങളുണ്ടാവും. ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് ആ ഒരു പ്രവൃത്തി
തെറ്റാണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആശയം അനുസരിച്ചുകൊണ്ട്, നിങ്ങളുടെ ആശയം വെച്ചുകൊണ്ട് സ്വന്തം സഹോദരിയുമായിട്ടും അമ്മയുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ള പ്രവൃത്തി അത് തെറ്റാണ്, അത് എന്തുകൊണ്ട് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ സാധിക്കുക? ഇതാണ് ചോദ്യം, ഇതാണ് ഉത്തരം പറയേണ്ടത്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, പല കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒരു സിനാരിയോ പറഞ്ഞു തരാം. ആരിഫ് ഹുസൈനെ പോലെയുള്ള, രവിചന്ദ്രനെ പോലെയുള്ള, മനുപ്രസാദിനെ പോലെയുള്ള 2 ഫ്രീ തിങ്കേഴ്സ്. ഈ 2 ഫ്രീ തിങ്കേഴ്സ്, അവരിൽ ഒരാൾ സഹോദരനും ഒരാൾ സഹോദരിയാണ്. 2 പേർക്കും കൺസെൻറ്റും ഉണ്ടെന്ന് വിചാരിച്ചു, കൺസെൻറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ 2 പേരും കൂടിയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് പറയുകയാണ്, മക്കളെ ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ ചോദിക്കും എന്തുകൊണ്ട്? അതാണ് ഉത്തരം പറയേണ്ടത്. അതാണ് നിങ്ങളെക്കൊണ്ട് പറയാൻ സാധിക്കാത്തതും. ഇൻസെസ്റ്റ് ചെയ്യുന്നത് അത് നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല എന്ന് വിശ്വാസികളായിട്ടുള്ള, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ പറയുന്നതും അത് ചോദിക്കുന്നതുമാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു ഫ്രീ തിങ്കറെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടിയുമായിട്ടും പൂച്ചയുമായിട്ടും തവളയുമായിട്ടും എലിയുമായിട്ടും പാറ്റയുമായിട്ടൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. അത് പരിപൂർണമായിട്ടും നിങ്ങളുടെ ആശയത്തിൽ അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും പറയുകയാണ് അവിടെ കൺസെൻ്റ് ഇല്ല, പശുവിൻ്റെ കൺസെൻ്റ് ഇല്ല, പോത്തിൻ്റെ കൺസെൻ്റ് ഇല്ല, തവളയുടെ കൺസെൻ്റ് ഇല്ല, പാറ്റയുടെ കൺസെൻ്റ് ഇല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പോത്തിനെയും ആടിനെയൊക്കെ അറുത്ത് കഴിക്കുന്നത് കൺസെൻറ്റ് ചോദിച്ചിട്ടാണോ? അപ്പോൾ ഇവിടെ മാത്രം കൺസെൻറ്റ് വേണം എന്ന് വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വേറെ തെളിയിക്കേണ്ടി വരും. അതിനും നിങ്ങളെ കൊണ്ട് സാധിക്കാൻ പോകുന്നില്ല. ഇത് മാത്രമല്ല, നെക്രോഫീലിയ, ശവരതി, ലഹരി ഉപയോഗം തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ അധാർമികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഇതൊക്കെ നിരീശ്വരവാദത്തിൽ ആരിഫ് ഹുസൈൻ്റെ ആശയത്തിൽ ശരിയാണ്, ഒരു തെറ്റുമില്ല. ആ തെറ്റാണെന്ന് അവനോട് പറയാനും സാധിക്കില്ല. കൃത്യമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കുക, അല്ലാതെ തരികിട കാണിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.